ബിസിനസ് വിശേഷങ്ങളും വാർത്തകളുമായി മണിവാച്ചിലേക്ക് സ്വാഗതം. ചുരുങ്ങിയ സ്ഥലപരിമിതിക്കുള്ളിൽ വൻതോതിൽ മത്സ്യകൃഷി ചെയ്യുന്ന രീതി കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. അക്വാപോണിക്സ് അതല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ്. എന്നാൽ ഇതേ അവസ്ഥയിൽ തന്നെ ഞണ്ട് കൃഷി ചെയ്യുന്ന രീതിയും കേരളത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുന്നു. റീസൈക്കിൾ അക്വാകൾച്ചർ സിസ്റ്റം. ഇതേക്കുറിച്ചാണ് ഇന്ന് കവർ സ്റ്റോറി. ഞണ്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി നടത്തിയ പഠനമാണ് ജോർജ് ജെയിംസിനെ ഈ രംഗത്തെ വേറിട്ട വഴിയിലൂടെ നടക്കാൻ പ്രേരിപ്പിച്ചത്. കടൽ ജലം ശേഖരിച്ച് ശുദ്ധീകരിച്ച് വീടിനോട് ചേർന്ന് സ്ഥാപിച്ച ബോക്സുകളിലാക്കി ഞണ്ട് കൃഷി ചെയ്യാം എന്നതായിരുന്നു വൈക്കത്തിനടുത്ത് ഉദയനാപുരം ജോർജ് ജെയിംസിന്റെ പദ്ധതി. റീസൈക്കിൾ അക്വാകൾച്ചർ സിസ്റ്റമാണ് ഞണ്ട് കൃഷിക്കായി പരീക്ഷിച്ച് വിജയം കണ്ടത്. 4 വർഷം നീണ്ടുനിന്ന പഠനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഈ കൃഷിയിലേക്ക് ജോർജ് ഇറങ്ങുന്നത്. എക്സ്പോർട്ടർക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വരുന്നത്. ആ ഒരു സമയത്താണ് അദ്ദേഹം ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു കെട്ടെടുക്കുന്നത്. അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ ഓണർ തന്നെ ആ കെട്ടിൽ പോയി സംരക്ഷിക്കേണ്ട അവസ്ഥ വന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഫുൾ കൺട്രോൾഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തിരുന്നത്. വീടിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിലാണ് ജോർജ് ജെയിംസ് ഞണ്ട് കൃഷിയുടെ പരീക്ഷണശാല ഒരുക്കിയത്. ഒരു ബോക്സിൽ ഒരു ഞണ്ട് എന്ന ക്രമത്തിൽ 100 ബോക്സുകളിലായാണ് അദ്ദേഹം ഞണ്ടുകളെ വളർത്തുന്നത്. ഇതിന് ഉപയോഗിക്കുന്നതാകട്ടെ കടൽ ജലം ഉപയോഗിച്ചുള്ള റീസൈക്കിൾ അക്വാകൾച്ചർ സംവിധാനവുമാണ്. 14,000-ഓളം ലിറ്റർ കടൽ ജലം വീടിന് സമീപം 3 ടാങ്കുകളിലായി ഒരുക്കി എയറോബിക് ബാക്ടീരിയയുടെ സഹായത്താൽ ബയോ ഫിൽറ്റർ ചെയ്ത് ശുദ്ധീകരിക്കുന്ന ജലമാണ് ഞണ്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഓരോ ക്രാബിനും ഇൻഡിവിജ്വൽ ബോക്സസിലിട്ടാണ് വളർത്തുന്നത്. കടലിൽ നിന്ന് ഉപ്പുവെള്ളം കൊണ്ടുവന്നിട്ട് റീസൈക്കിൾ ചെയ്തിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത്. റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സിസ്റ്റം, വലിയൊരു ഫിൽറ്റർ സിസ്റ്റം തന്നെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇതിൻ്റെ ഒപ്റ്റിമൽ കണ്ടീഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റിയൽ കറക്റ്റ് പ്രൊഡക്ടിവിറ്റി കിട്ടത്തുള്ളൂ. പ്രോപ്പർ റീസൈക്ലിംഗ് സൈക്കിൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് അമോണിയ ഉണ്ടാകത്തില്ല. ഇത് സാധാരണ ഇതിൻ്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഫുഡ് വേസ്റ്റിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനിൽ നിന്നുണ്ടാകുന്ന അമോണിയാണ്. ഈ അമോണിയം സബ്സൈഡ് ചെയ്ത് വെക്കാനുള്ള ഫിൽറ്ററാണ് ഇതിനകത്തുള്ളത്. കാരണം വെച്ചാൽ ഇപ്പം 14,000 ലിറ്ററാണ് എൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. ഈ 14,000 ലിറ്റർ നമ്മൾ ഫിൽട്ടർ സിസ്റ്റം ഇല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ആ വെള്ളം മൊത്തം ചീത്തയാകും. അതിന് റീസൈക്കിൾ ചെയ്തുകൊണ്ട് പ്രോപ്പർ ഫിൽട്രേഷനിലൂടെ മാത്രമേ നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അതിന് വെള്ളം മാറേണ്ട കാര്യമില്ല, ടോപ്പപ്പാണ് ചെയ്യേണ്ട കാര്യം. അതിൻ്റെ നമ്മൾ മൈക്രോ ന്യൂട്രീഷ്യൻസ്, pH ലെവൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിക്കണം. അതിനുശേഷം ഇതിൻ്റെ വെള്ളം ടോപ്പപ്പ് മാത്രം ചെയ്യണം. ഞാൻ ഈ വെള്ളം ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. വെള്ളം ഡേ ടു ഡേ യൂസിൽ കുറച്ച് ലോസ് വരും. ആ ലോസിന് കവറപ്പ് ചെയ്യുക മാത്രം ചെയ്താൽ. 750 ഗ്രാം തൂക്കം വരുന്ന ഞണ്ടുകൾ 550-നും 600 രൂപയ്ക്കും ഇടയിൽ വൈക്കം, ചെമ്പ്, പറവൂർ, അരുക്കുറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നാണ് വാങ്ങുന്നത്. തൊണ്ട് പൊഴിച്ച ശേഷം വളർച്ചയ്ക്കായി ഒരുങ്ങുന്ന ഞണ്ടുകളെ വാട്ടർ ക്രാബ് എന്നാണ് പൊതുവിൽ അറിയപ്പെടുക. ഇത്തരം ഞണ്ടുകൾക്ക് മാംസം ഉണ്ടാകാറില്ല. ഇവയെയാണ് ജോർജ് വാങ്ങി വളർത്തിയെടുക്കുന്നത്. ശുദ്ധീകരിച്ച കടൽ ജലം നിറച്ച ബോക്സിൽ ഇത്തരം ഞണ്ടുകളെ നിക്ഷേപിക്കുന്നു. 42 ദിവസം തീറ്റ നൽകി കഴിയുമ്പോൾ ഞണ്ടുകൾ മാംസമുറച്ച് വിൽക്കാൻ പാകമാകുന്ന രീതിയിലേക്കെത്തും. ഞാൻ ഫാറ്റനിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഫാറ്റനിങ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിക്കൽ. ക്രാബിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് വളരുന്നത് അതിൻ്റെ ഷെല്ലിന് കട്ടിയുള്ളതുകൊണ്ട് പടം പൊഴിക്കൽ എന്ന് പറയും, ഓർ മോൾട്ടിങ്. ഈ മോൾട്ടിങ് സ്റ്റേജിൽ അതിൻ്റെ പടം പൊഴിക്കുകയും തോട് പൊഴിച്ചു കളയുകയും അതിനകത്തുനിന്ന് പുറത്തു വരികയും ആ ക്രാബിന് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ബലമേ ഉള്ളൂ, ആ ഒരു കട്ടിയേ ഉള്ളൂ. അപ്പോൾ അത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും, ഹൈഡ് ചെയ്തിരിക്കും. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള അവരിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഹൈഡ് ചെയ്തിരിക്കും. ഈ സമയത്ത് ഇത് മാക്സിമം വെള്ളം അങ്ങ് കുടിച്ച് നെക്സ്റ്റ് സൈസിലോട്ട്
വലുതാവും. അടുത്ത സൈസിലേക്ക് പോകാനായിട്ട് അത് മാക്സിമം വെള്ളം കുടിച്ചു തീർക്കും. 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ സമയം കൊണ്ടാണ് ഇതിൻ്റെ ഷെല്ല് അവിടെ ഇരുന്നിട്ട് കട്ടിയാക്കുന്നത്. ആ ഒരു സ്റ്റേജിലുള്ള ക്രാബിനെയും സാധാരണ ആൾക്കാർ വലയിട്ട് പിടിക്കും. അതിനകത്ത് മീറ്റ് ഉണ്ടാവത്തില്ല, വെള്ളമായിരിക്കും ഉണ്ടാവണം. ഷെല്ല് മാത്രമേ കട്ടി ഉണ്ടാവുള്ളൂ. അതിന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ പറയണത് വാട്ടർ ക്രാബ് എന്ന്. ഞാനിവിടെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞാൽ XXL എക്സലുമാണ്. XL എന്ന് പറഞ്ഞാൽ 750 ഗ്രാമിന് മേലെയും XXL എന്ന് പറഞ്ഞാൽ 1 kg എബവ് ആണുള്ളത്. ഈ വാട്ടർ ക്രാബിന് നമുക്ക് പെർ kgക്ക് 550-നും 600-നും ഇടയ്ക്ക് രൂപയ്ക്കാണ് പെർ kg നമുക്ക് ലഭിക്കുന്നത്. വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കുന്ന കക്കായിറച്ചിയും ചാളയുമാണ് ഇവയ്ക്ക് തീറ്റയായി നൽകുന്നത്. ഞണ്ടിന്റെ ആകെ ഭാരത്തിന്റെ 4% വരെ നോക്കിയാണ് തീറ്റ നൽകുന്നത്. സൂക്ഷ്മമായ പരിചരണമാണ് ഇവിടെ ഒരുക്കുന്നത്. നമ്മൾ നോർമലായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ കക്കായിറച്ചിയാണ്. മാർക്കറ്റിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള 1 കിലോയ്ക്ക് എക്സ്പോർട്ട് റിജക്ഷൻ കക്കായിറച്ചി കിട്ടും. അതിന് 25 രൂപയുള്ളൂ പെർ kgക്ക് വില. അത് ഒരു ക്രാബിൻ്റെ വെയ്റ്റിൻ്റെ 4% ആണ് ഡെയിലി കൊടുക്കേണ്ടത്. അതായത് ഫോർ എക്സാമ്പിൾ 1 kg വെയിറ്റുള്ള ക്രാബ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ 40 ഗ്രാംസോളം നമ്മൾ ഫുഡ് ഒരു ദിവസം കൊടുക്കണം. അതിൽ തന്നെ 2 ആയിട്ട് കൊടുക്കണം. രാവിലെ 1.5 ഗ്രാമും വൈകുന്നേരം 2.5 ഗ്രാം. പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറാൻ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പം നമുക്ക് ചാളയോ വേറെ എന്തെങ്കിലും ട്രാഷ് ഫിഷസ് ഏറ്റവും വില കുറഞ്ഞ മത്സ്യങ്ങൾ കൊടുക്കാം. നവംബർ-ഡിസംബർ മാസത്തിനിടയിൽ ആരംഭിച്ച ഞണ്ട് കൃഷി ഇതിനകം തന്നെ 2 തവണ വിളവെടുത്തു കഴിഞ്ഞു. XL, XXL എന്നീ വിഭാഗങ്ങളിലായി തിരിച്ചാണ് ഞണ്ടുകളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. 750 ഗ്രാമിന് മുകളിൽ തൂക്കം വരുന്ന XL ഞണ്ടിന് കിലോയ്ക്ക് 1350 രൂപയും 1 കിലോഗ്രാമിലധികം വരുന്ന ഞണ്ടിന് കിലോയ്ക്ക് 1800 രൂപയും ലഭിക്കും. സിംഗപ്പൂർ, മലേഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഞണ്ടുകൾക്ക് ഏറെ പ്രിയം. സ്വകാര്യ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ക്വാളിറ്റി അനലിസ്റ്റായി ജോലി ചെയ്യുന്ന ഭാര്യ ദിവ്യയിൽ നിന്നാണ് ഞണ്ടിന്റെ വിപണി മൂല്യം ജോർജ് തിരിച്ചറിയുന്നത്. ഓരോ സ്ഥലങ്ങളിലെ സീനിയർ സയൻറ്റിസ്റ്റ് മുതൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് നടത്തിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്തു. പക്ഷേ എൻ്റെ വൈഫ് എനിക്ക് തുടക്കം മുതലേ ഫുൾ സപ്പോർട്ട് തന്നു. പുള്ളിക്കാരി ഒരു ക്രാബ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ ടെക്നോളജിസ്റ്റാണ്. അതിൻ്റെ ആ പ്രോഫിറ്റിനെ പറ്റി എൻ്റെ വൈഫിനും അറിയാം, നന്നായിട്ട് അറിയാം. പുള്ളിക്കാരി മാക്സിമം സപ്പോർട്ട് ചെയ്തു. ശുദ്ധജലം ഉപയോഗിച്ച് ബോക്സുകളിൽ ഞണ്ട് കൃഷി ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലുണ്ടെങ്കിലും കടൽ ജലം ഉപയോഗിച്ച് രാസപദാർത്ഥങ്ങളുടെ സഹായമില്ലാതെ ഞണ്ട് കൃഷി ചെയ്യുന്ന തന്റെ സംരംഭം ലോകത്ത് തന്നെ ആദ്യമാണെന്നാണ് ജോർജിന്റെ അവകാശവാദം. 7 ലക്ഷത്തോളം രൂപയാണ് ജോർജ് ഇതിനായി ആദ്യം മുതൽ മുടക്കിയത്. 2 വർഷം കൃഷി വിജയകരമായി നടത്തിയാൽ മുടക്കുമുതൽ തിരിച്ചു കിട്ടുമെന്നും കഠിനാധ്വാനം ചെയ്താൽ ചുരുങ്ങിയ സ്ഥലത്ത് വലിയ വരുമാനം കൃഷിയിൽ നിന്നും ആർക്കും നേടാനാകുമെന്നും ജോർജ് പറയുന്നു. ഈ ഫുൾ യൂസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഫസ്റ്റാണ്. ഇതിനൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ്, ഇതിൻ്റെ ഫിൽട്ടർ സിസ്റ്റം ജർമ്മൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫിൽട്ടർ സിസ്റ്റം. പിന്നെ എൻ്റെ ദൈവം എന്ന് പറയുന്നത് മദർ നേച്ചറാണ്. മദർ നേച്ചറിലുണ്ട് ഇതിൻ്റെ രഹസ്യങ്ങൾ. അത് ഓരോന്നും ആ പ്രോസസ്സ് കറക്റ്റാക്കി കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പ് ചെയ്യും. ദിവസേന നിരവധി പേരാണ് ഞണ്ട് കൃഷിയുടെ വിജയഗാഥയെക്കുറിച്ച് അറിയാൻ ജോർജിന്റെ വീട് തേടിയെത്തുന്നത്. റീസൈക്കിൾ അക്വാകൾച്ചർ സിസ്റ്റത്തിലൂടെ ഈ ഞണ്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിശദമായി വിവരങ്ങൾ നൽകാനും ജോർജും ഭാര്യ ദിവ്യയും എപ്പോഴും സന്നദ്ധരാണ്. കരുത്തും പ്രൗഢിയും സൗന്ദര്യവുമുള്ള ഒരു വാഹനം ടാറ്റയുടെ ഹെക്സ വിപണിയിലെത്തിക്കഴിഞ്ഞു. ഇതേക്കുറിച്ചാണ് ഇനി ഓൺവീലിൽ. ഇന്ന് നമ്മൾ ഓൺവീലിൽ പരിചയപ്പെടാൻ പോകുന്ന വാഹനം ടാറ്റയുടെ ഏറ്റവും പുതിയ SUV ആയ ടാറ്റ ഹെക്സയാണ്. ടാറ്റ ഹെക്സയിൽ നമുക്ക് വരുന്ന എഞ്ചിൻ 2.2 ലിറ്റർ വേരിക്കോ 400 എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇതിലെ ഫസ്റ്റ് വേരിയൻറ്റിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിൻ വേരിക്കോ 320 എന്ന് പറഞ്ഞ എഞ്ചിനാണ്. അതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 150 PS പവറും
5-സ്പീഡ് ട്രാൻസ്മിഷനുമാണ്. 320 Nm ടോക്കാണ് നമുക്ക് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റോട്ട് വരുമ്പോഴത്തേനും വേരിക്കോ 400 എന്ന് പറഞ്ഞ എഞ്ചിനിൽ നമുക്ക് 156 PS പവറും 400 Nm ടോക്കും വരുന്നു. സെക്കൻഡ് വേരിയൻറ്റോട്ട് നമുക്ക് വരുന്നത് 6-സ്പീഡ് ട്രാൻസ്മിഷനാണ്. വേരിക്കോ 400 എന്ന് പറഞ്ഞ എഞ്ചിനിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവലും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് 2 വേരിയൻസിൽ മിഡിൽ വേരിയൻ്റായ XMAയിലും അതുപോലെ ടോപ്പ് എൻഡായ XTAയിലും വരുന്നുണ്ട്. XT മാനുവലിൽ 4x4 ഓപ്ഷനും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ടാറ്റ എക്സയുടെ എല്ലാ വേരിയൻസിലും നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നു. അതിൽ ലോ ബീമിൽ പ്രൊജക്ടറും ഹൈ ബീമിൽ ഹാലജൻ ബൾബ്സുമാണ് വരുന്നത്. ഫ്രണ്ട് ഫോഗ് ലാമ്പ്സും DRLസും ടോപ്പ് വേരിയൻ്റായ XTയിലും മാത്രമാണ് വരുന്നത്. ഇത് ഐസ് ക്യൂബ് ഷേപ്പ് LEDs ആണ് വരുന്നത്. അതുപോലെ ടാറ്റയുടെ തന്നെ ഒരു സ്മൈലി ഫേസ് ക്രോം ഗ്രില്ലാണ് നമുക്ക് ടാറ്റ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടാറ്റ എക്സയുടെ ബമ്പർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഡ്യുവൽ ടോൺ ഷെയ്ഡിലാണ്. ഇത് ഒരു സ്ക്രാച്ച് റെസിസ്റ്റന്റ് മെറ്റീരിയലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഓഫ് റോഡിങ് പോയാലും എന്തെങ്കിലും സ്ക്രാച്ചസ് എന്തെങ്കിലും വന്നാലും പെയിന്റിന് ഒരു ആഡഡ് പ്രൊട്ടക്ഷനാണ്. ടാറ്റ എക്സയുടെ എല്ലാ വേരിയൻസിലും നമുക്ക് വരുന്ന ബട്ടർഫ്ലൈ ടൈപ്പ് വൈപ്പേഴ്സ് ആണ്. അതിൽ ടോപ്പ് വേരിയൻ്റായ XTയിൽ മാത്രം ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ടാറ്റ എക്സയിലെ ടോപ്പ് വേരിയൻ്റായ XT വേരിയൻസിൽ നമുക്ക് വരുന്നത് ബെനിക്കോ കാലിക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ലെതർ ഫിനിഷിലുള്ള സീറ്റ് കവേഴ്സ് ആണ്. ഈ ബെനിക്കോ കാലിക്കോ എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് ജാഗ്വാറിലും ലാൻഡ് റോഡിലും സപ്ലൈ ചെയ്യുന്ന സെയിം സപ്ലയർ തന്നെയാണ് നമുക്ക് ടാറ്റ എക്സയ്ക്ക് വേണ്ടി സീറ്റ് കവേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടാറ്റ എക്സയുടെ റിയറിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കാണുന്നതെന്ന് വെച്ചാൽ റിയർ ടെയിൽ ലാമ്പ്സ് ആണ്. ഇത് LED ടെയിൽ ലാമ്പ്സ് ആണ്. LGയുടെ പേറ്റന്റ് ടെക്നോളജിയാണ് നമ്മൾ ടെയിൽ ലാമ്പ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്രോം ഗാർണിഷ് ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള വന്നിരിക്കുന്ന ഒരു റിയർ ക്രോം ഗാർണിഷാണ്. ക്രോം ഫിനിഷിങ്ങിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലഗേജ് ഈ ബമ്പറിൽ തന്നെ ഈ ലോഡിംഗ് ഏരിയയിൽ ഒരു ക്രോം പ്ലേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ലഗേജ് എന്തെങ്കിലും കയറ്റുമ്പോഴത്തേനും സ്ക്രാച്ച് ആകാണ്ടിരിക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ബമ്പേഴ്സും ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സൈലൻസർ നമുക്ക് ഡ്യുവൽ സൈലൻസേഴ്സ് ആണ് വരുന്നത്. ഈ കാറിന് ഒരു സ്പോർട്ടി ഫീല് തരുന്നു. അതേപോലെ തന്നെ സ്മാർട്ട് വൈപ്പറാണ് നമുക്ക് ടാറ്റ എക്സയിൽ വരുന്നത്. സപ്പോസ് റെയിനി സീസണിൽ വരുമ്പോഴത്തേനും ഫ്രണ്ടിലത്തെ വൈപ്പർ ഓൺ ആണ്. പെട്ടെന്ന് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ബാക്കിലത്തെ വൈപ്പർ ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ആവുന്നതാണ്. ടാറ്റ എക്സയുടെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഫാമിലിയുടെ ലഗേജ് കയറ്റി വെക്കാവുന്ന സ്പേസ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നമുക്ക് ടൂൾ കിറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സ്പെയർ വീല് അണ്ടർ ബോഡിയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നത് ഹർമൻ കാർഡൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അതിൽ JBLൻ്റെ സ്പീക്കേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 5 സ്പീക്കേഴ്സ്, 4 ട്വീറ്റേഴ്സും ഒരു സബ് വൂഫറും XT വേരിയൻസിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നു. ടാറ്റ എക്സയിൽ വരുന്ന AC വളരെ പവർഫുൾ ആയിട്ടുള്ള AC ആണ്. എല്ലാ 3 റോസിലും നമുക്ക് AC വെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് റോയിൽ പാസഞ്ചേഴ്സിന് ഇവിടെ സെൻറ്ററിൽ ഫ്രണ്ട് സീറ്റ്സിൻ്റെ നടുക്കായിട്ട് ഒരു വെൻറ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ B പില്ലറിൽ 2 സൈഡിലുമായിട്ടും വെൻസ് വരുന്നുണ്ട്. റിയർ മോസ്റ്റ് പാസഞ്ചേഴ്സിന് നമുക്ക് C പില്ലറിൽ 2 സൈഡിലും 2 AC വെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോൾസ് ACയുടെ കൺട്രോൾസ് ഫാൻ സ്പീഡ് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ്. 3 സ്പീഡിൽ നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ടാറ്റ എക്സയിൽ നമുക്ക് വരുന്നത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് വേരിയൻറ്റ് XE എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വരുമ്പോഴത്തേന് മാത്രം നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് XMA എന്നുള്ള മിഡിൽ വേരിയൻറ്റിലും അതേപോലെ തന്നെ XTA എന്ന് പറഞ്ഞ ടോപ്പ് വേരിയൻറ്റിലും നമുക്ക് വരുന്നു.
നമുക്ക് 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ലോവർ ഗ്ലോ ബോക്സും വരുന്നുണ്ട്, ഇവിടെ മീതെ വേറൊരു ഗ്ലോ ബോക്സും വരുന്നുണ്ട്. അതിൽ അപ്പർ ഗ്ലോ ബോക്സ് വരുന്നത് കൂൾഡ് ആണ്. അത് AC-യുടെ തന്നെ ഒരു വെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് 1 ലിറ്റർ ബോട്ടിലും കാര്യങ്ങളും അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ കൂളായിട്ട് വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ടാറ്റ എക്സൈഡ് എല്ലാ വേരിയൻസിലും 2 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. XT വേരിയൻസിൽ വരുമ്പോഴത്തേനും നമുക്ക് ടോട്ടൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സും സൈഡ് ആൻഡ് കർട്ടൻ എയർ ബാഗ്സും കൂടി വരുന്നുണ്ട്. പിന്നെയുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീരിയോയിൽ ഹാർമൻ കാറിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിൽ നമുക്ക് ഇൻറ്റീരിയറിലെ ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അത് 8 കളേഴ്സിൽ നമുക്ക് ഇൻറ്റീരിയർ ആംബിയൻ ലൈറ്റിംഗ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിംഗ് മൗണ്ട് ഇവിടുത്തെ കൺട്രോൾസിൽ വരുമ്പോഴത്തേനും നമുക്ക് നോർമൽ ആവറേജ് ഫ്യൂവൽ എക്കണോമി, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റർ, ഫ്യൂവൽ ഗേജിൻ്റെ ട്രിപ്പ് മീറ്റർ റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ്, ക്രൂസ് കൺട്രോളും അവൈലബിൾ ആണ്. ക്രൂസ് കൺട്രോളിൽ നമുക്ക് XT ഓട്ടോമാറ്റിക്, XT മാനുവൽ 4x2, XT മാനുവൽ 4x4 ഈ 3 വേരിയൻസിൽ മാത്രമാണ് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ടാറ്റ എക്സൈഡ് നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻസിൽ വരുന്ന 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ്. ഇതിൻ്റെ റേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് XC എന്നുള്ള മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന 14.25 lakhs തൊട്ട് XT വേരിയൻറ്റ് വരുമ്പോൾ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേനും 22 lakhs താഴെയാണ്. ടാറ്റ എക്സ നമുക്ക് വരുന്നത് ഡീസൽ വേരിയൻറ്റിൽ മാത്രമാണ്. 2.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. കേന്ദ്ര ബജറ്റിന് ശേഷമുള്ള ഓഹരി വിപണിയിലെ ചലനങ്ങൾ വിലയിരുത്തുന്നു ഇന്ത്യ ട്രേഡ് വൈസ് പ്രസിഡന്റ് ബിനു ജോസഫ്. 2016 ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ഇന്ത്യൻ വിപണി ഒരു വർഷത്തെ ലോയിലെത്തിയിരുന്നു. എന്നാൽ 2017 ഇപ്പോഴേ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം മാർക്കറ്റ് കഴിഞ്ഞ 4 മാസത്തെ ഉയർന്ന ലെവലിലാണ്. വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റ് ട്രെൻഡിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നടക്കുന്ന RBIയുടെ മീറ്റിംഗ് ആണ്. എന്നാൽ ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് വിപണിയിൽ വീണ്ടും പലിശ നിരക്കുകളിൽ ഒരു കുറവ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇപ്രാവശ്യം ഗവൺമെൻറ് കൂടുതൽ സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് ബജറ്റിൽ തുക വകയിരുത്തിയേക്കും. അതുകൊണ്ട് മാർക്കറ്റ് ബോറോയിങ് കൂടുതലാകും, രാജ്യത്തിൻ്റെ ധനക്കമ്മി കൂടിയേക്കും എന്നുള്ള ആശങ്കകളുണ്ടായിരുന്നു. എന്നാൽ ബജറ്റ് അവതരണത്തിന് ശേഷം മാർക്കറ്റിൻ്റെ ഈ ചിന്താഗതികൾ മാറിയിരിക്കുകയാണ്. കാരണം ധനക്കമ്മി GDPയുടെ 3.2% ആയിരിക്കും അടുത്ത സാമ്പത്തിക വർഷം എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവ് ഒരു മാർക്കറ്റ് ബോറോയിങ് ആണ് ഗവൺമെൻറ് ഇപ്പോഴേ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇപ്പോഴേ രാജ്യത്ത് വീണ്ടും പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കുകയാണ്. എന്നാൽ അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ റേറ്റിൽ 0.25% കുറവ് വരും എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ഫെബ്രുവരി 8-നാണോ അതോ ഏപ്രിലിലെ ക്രെഡിറ്റ് പോളിസിയിലാണോ എന്ന് ഇപ്പോഴേ വ്യക്തമല്ല. ഏതായാലും അടുത്ത ബുധനാഴ്ച പലിശ നിരക്കുകൾ 0.25% കുറച്ചാൽ ഇപ്പോൾ തന്നെ ഒരു നല്ല റാലി വന്നിരിക്കുന്ന ബാങ്കിങ് ഇൻഡെക്സിൽ ഇനിയുള്ള ദിവസങ്ങളിലും ആ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതോടൊപ്പം റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, ഓട്ടോ, NBFC കമ്പനികൾ തുടങ്ങിയവയിലും ഈ ദിവസങ്ങളിൽ കൂടുതൽ മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ബുധനാഴ്ചത്തെ RBI പോളിസി ഈ ദിവസങ്ങളിലെ മാർക്കറ്റിന് വളരെ നിർണായകമാവുകയാണ്. അതോടൊപ്പം അടുത്ത വെള്ളിയാഴ്ച ഡിസംബർ മാസത്തിലെ IIP ഡേറ്റ പുറത്തു വരുന്നു. ഡിസംബറിലും IIPയിലെ നേരിയ വളർച്ചയാണ് ഇപ്പോഴേ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ചില പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് റിസൾട്ട്സ് ഈ വരുന്ന ഒരാഴ്ച മാർക്കറ്റിൽ വരാനുണ്ട്. പ്രത്യേകിച്ച് നിഫ്റ്റിയിലെ ഏറ്റവും ടോപ്പ് കമ്പനികളായ ടാറ്റ സ്റ്റീൽ, BHEL, SBI, M&M, ഹീറോ മോട്ടോഴ്സ്, ഫാർമ കമ്പനികളായ ലൂപ്പിൻ, സിപ്ല തുടങ്ങിയവയുടെയൊക്കെ റിസൾട്ട്സ്
വരുന്ന ദിവസങ്ങളിൽ വരുമ്പോൾ ഇതിനനുസരിച്ച് മാർക്കറ്റ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ആഗോളതലത്തിൽ ഇപ്പോൾ വിപണികളിൽ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ യൂറോപ്യൻ വിപണികളിൽ പുതിയ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നയപരിപാടികളാണ് മാർക്കറ്റിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകാനുള്ള കാരണം. അമേരിക്ക സാവധാനത്തിൽ ഗ്ലോബലൈസേഷനിൽ നിന്ന് പിൻവാങ്ങുകയാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമല്ല. എന്നിരുന്നാൽ തന്നെയും പൊതുവെ ആഗോള വിപണികൾ ഇങ്ങനെയുള്ള ഒരു സാധ്യതകളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇറാനിലെ ഏകദേശം 1 ഡസനോളം കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുവാനുള്ള നടപടികളുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നീങ്ങുകയാണ്. എന്നാൽ ഇതിനെ യൂറോപ്പിലെ ബിസിനസ് കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിലെ ഈ 1 ഡസൻ കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് വീണ്ടും പേർഷ്യൻ ഗൾഫ് റീജിയണിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കും. ഏതായാലും സ്വർണ്ണവിലയും ക്രൂഡ് ഓയിൽ വിലയും ഓഹരി വിപണികൾ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഒരു നീക്കത്തിനോട് അനുബന്ധിച്ച് നീങ്ങുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ ഡിസംബർ 26 ശേഷം നിഫ്റ്റിയിൽ ഏകദേശം 10.5% മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ RBI പോളിസിക്ക് ശേഷം ഈ മൂവ്മെൻറ്റിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും RBI പലിശ നിരക്കുകൾ കുറച്ചാൽ നിഫ്റ്റിക്ക് വരുന്ന ദിവസങ്ങളിൽ 8,940 വരെ മുന്നേറുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. താഴേക്ക് 8,610-ലും 8,480-ലും മാർക്കറ്റിന് ശക്തമായിട്ടുള്ള പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട്. മധ്യനിര കമ്പനികൾ പൊതുവെ അവരുടെ ഔട്ട് പെർഫോമൻസ് തുടരുവാൻ തന്നെയാണ് സാധ്യത. JB കെമിക്കൽസ് ആൻഡ് ഫാർമ അടുത്ത വെള്ളിയാഴ്ച അവരുടെ 3ാം പാദ പ്രവർത്തന റിപ്പോർട്ടുകൾ പുറത്തുവിടുകയാണ്. ഈ റിസൾട്ട്സ് പൊതുവെ മെച്ചപ്പെടുവാനായിട്ടാണ് സാധ്യത. ബിസിനസ് വിശേഷങ്ങളും വാർത്തകളും അവസാനിക്കുന്നില്ല. എന്നാൽ മണി വാച്ചിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, മണി വാച്ച്, ജയ്ഹിന്ദ് TV, പാലാരിവട്ടം, കൊച്ചി 25. മൊബൈൽ നമ്പർ വഴിയോ SMS വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാം. നമ്പർ 9940351337. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞങ്ങളെ സന്ദർശിക്കുക. മണി വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.